വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നത് ഇന്ന് ഞാൻ കുറച്ച് കുളിർമയോടെയാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് പനി പിടിച്ചെന്ന് തോന്നറേ, കുളി നിന്ന് കിടന്ന്. എന്തായാലും ഇന്നലത്തെ പൈസ ഒന്നും ഇന്ന് എടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയമാകുമ്പോൾ ബാങ്ക് അടക്കി ഒന്ന് ട്രിമ്മൊക്കെ ചെയ്തിട്ട് വരാടാ. വൃത്തിയായാലും ഈ ലുക്ക് മതിയാ, ഈ ലുക്കും കുഴപ്പമില്ല. എനിക്ക് പറയാം ട്രിമ്മൊന്നും ചെയ്തേക്കാം പേരിന് അത് ഉദ്ദേശിക്കുന്ന. ആ മൈക്ക് ഇന്നലെ മേടിച്ചത് ആമസോൺകാരൻ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ റീഫണ്ട് എന്തായാലും ഒരു 3-4 ദിവസത്തിൽ കിട്ടും. ഞാൻ ഈ ഒരു വൈൻ മേടിച്ചായിരുന്നു, നോൺ ആൽക്കഹോളിക് ആണ്, കൊള്ളാമെന്നറിയത്തില്ല. ഫ്രൂട്ടി വൈനാണ് കണ്ട, ഫ്രൂട്ട് വൈൻ. അപ്പം മധുരമായിരിക്കും. ഇതിനകത്ത് ആപ്പിൾ ജ്യൂസും ഗ്രേപ്സ് ഒക്കെ മിക്സ്ഡാണ്. അച്ഛൻ തുറന്നിട്ടുണ്ട്. ഇത് ഹാപ്പി ഫിസ് ഇല്ലേ, ഹാപ്പി ഫിസിന്റെ ടേസ്റ്റ്. ഇത് ഹാപ്പി ഫിസിന്റെ ടേസ്റ്റ്. ഇത് ആപ്പിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിന് ആപ്പിളേ ഉള്ളെന്ന് തോന്നുന്നു. പിടിച്ചു നോക്കിയോ. ഞാൻ വെറുതെ പൈസ കളഞ്ഞു. ഫ്രൂട്ട് വൈൻ എഴുതിയിരുന്നോണ്ടാണ് മേടിച്ചത്. ഫ്രൂട്ട് വൈനിന്റെ അർത്ഥം എന്തുവാണ്, ഫ്രൂട്ട് ജ്യൂസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പം ഏതോ ഈ മീനിന്റെ പേര് പറഞ്ഞു ഞാൻ, എന്തുവാണ് ഈ മീനും പിന്നെ ഇത് മുളകും. ഫീവറുള്ള എനിക്ക് ടേസ്റ്റ് വലുതായിട്ട് ഫീൽ ആവുന്നില്ല, വലിയ ഉപ്പൊന്നും വരുന്നില്ല, ഒന്നും അറിയത്തില്ല. എനിക്കൊരു ക്ലിയർ ബക്കറ്റ് വേണമായിരുന്നു, മറ്റേ കോയിനൊക്കെ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ മറ്റേ 50 കോയിൻ മേടിക്കുന്നു പറഞ്ഞാൽ ഒരു സ്പോൺസേർഡ് വീഡിയോ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ കോയിൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്താണെന്ന് പറയണേ. ഇപ്പം നല്ല പൈസ ചിലവാകും, പക്ഷെ അത് ചെയ്യണം എനിക്ക്. പുറത്തോട്ട് പോയി നിൽക്കണേ, ഞാനിപ്പോൾ ബക്കറ്റ് മേടിച്ചിട്ട് വരട്ടെ. കുറേ ആൾക്കാരൊക്കെ പുറകെ നിൽക്കുന്നുണ്ട്. അവർക്ക് സോപ്പ് വിൽക്കണമെന്ന്, അവരുണ്ടാക്കിയ സോപ്പാണെന്ന് തോന്നുന്നു. അടുത്തെവിടെയെങ്കിലും വെച്ച് കാണാം. ഇവിടെ ഞാൻ അവർ പറയാം സർവേ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു സർവേ എടുക്കാൻ ഇവിടെ തന്നെ എടുക്കണം. അപ്പം പറഞ്ഞ് അത് ഒരു സോപ്പും വിൽക്കാനുണ്ട്. ശരിയാണ്. SBI കാർഡ് വിളിക്കുന്നു. എന്താണ് നിയമം? ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകാൻ SBI കാർഡ് വിളിക്കുന്നു. ആരൊക്കെ വിളിക്കുന്നു? കുറെ പേര് വിളിക്കുന്നുണ്ടല്ലോ. യോ ബോയ്സ്, JMP വരുമെന്ന് പറയുന്നു. സീറ്റ് കാലിയാണ് അതിന് വേണ്ടി. വണ്ടിക്കകത്ത് നല്ല ചൂടാണ്, പഴുക്കോണം. എനിക്ക് ഓൾറെഡി പനിയുള്ളതുകൊണ്ട് ഇതിൽ ടാസ്ക് ആണെന്ന്. ഓൾറെഡി തലവേദന എടുക്കുന്നത്, എനിക്ക് കുളിരുന്ന്. JMP വന്നിരിക്കുകയാണ്. പോവാം. എവിടെ പോവാ? എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് മേടിക്കാൻ പോവാ. ബക്കറ്റ് മേടിക്കാൻ കാറി പോകാൻ അത്ര ആയോണ്ടേ? ഞാനൊക്കെ അതൊക്കെ മേലെ ആയി. നീല ബക്കറ്റ്, ഒരു ബക്കറ്റ്. ഇങ്ങോട്ട് പോണ്ടേ? യൂട്ടേണൊക്കെ എടുക്കാനായ മോൻ. എന്താ സംഭവിച്ചു ഒരു ദിവസത്തെ കേരളത്തിൽ? കയ്യിലൊക്കെ ഫുള്ളായിട്ട് വളയ്ക്കുന്നില്ല, കൺട്രോൾ ഇല്ല. ലൈഫിൽ പ്രോഗ്രസ് ആയി മോൻ. ഔട്ടേനൊക്കെ ഓട്ടിക്കും. ക്യാമറ ഇപ്പൊ കൈ കൊണ്ട് പിടിക്കേണ്ട പ്രോഗ്രസേഷൻ കിട്ടും. ലൈഫിൽ അങ്ങനെ കുറെയൊക്കെ മാറ്റങ്ങൾ വരും. ഈ പിന്നിലോട്ട് കിടക്കുന്നത് എന്റെ പറ്റല്ലോ. ഇത് കുറെ നേരം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ഫുൾ റെക്കോർഡ് കാണാൻ എനിക്ക് ഇഷ്ടമുള്ള ഫോണാക്കും, ഇഷ്ടമുള്ള ഫോൺ. ഇത് എങ്ങനെ ഓണാക്കും? ഇപ്പൊ ഓണാണോ? എങ്ങനെ ഓഫാക്കും? ഇപ്പൊ ഓഫാക്കാം. എങ്ങനെ ഓഫാക്കും? എങ്ങനെ ഓഫാക്കി കാണിച്ചു? ഓഫാക്കി. മറ്റേ 16 Pro ഒന്നും അല്ലല്ലോ സൈഡിൽ ബട്ടൺ ഉള്ളത്. ഇത് എങ്ങനെ ഓഫാക്കും? ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ എന്തിനാ പിന്നെ ഈ പൊട്ട സാധനം മേടിച്ചേ? ഒരു വട്ടം റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വട്ടം പിന്നെ വണ്ടി നിർത്തി പിന്നെ നോക്കണം, പിന്നെ എടുക്കുക റെക്കോർഡ് ചെയ്യണം. അല്ല, കണ്ടിന്യൂസ് എനിക്ക് റെക്കോർഡ് ചെയ്യും. അതെ, കണ്ടിന്യൂസ് 30 മിനിറ്റ്. ഇത്രയും വരെ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടോ? 30 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് എനിക്ക് എപ്പോഴും ആവശ്യമുണ്ട് അപ്പോൾ ഓൺ ആക്കി റെക്കോർഡ് ചെയ്യാതെ. ഇപ്പൊ നീ കയ്യിലും എടുത്തോണ്ടല്ലേ, നീ ഡയറക്റ്റ് ഓൺ ആക്കി അവിടെ വെച്ചോണ്ട് തന്നെ. ഓ, മോഹൻ എന്തെങ്ങനെ ആറ്റിറ്റ്യൂഡ് ചെയ്തിരിക്കുന്നത്? മോഹൻ സിനിമ നടനാ, മെയിൻ ക്യാരക്ടറാന്ന് വിചാരിച്ച മോൻ സിനിമയിലെ. നിനക്ക് സൈഡിൽ ഇരുന്നിട്ട് സൈഡ് ക്യാരക്ടറായിട്ട് ഫീൽ ആകുമ്പോ എന്റെ തെറ്റല്ലേ? ഒരു കാർ ഓടിക്കാൻ 2 ദിവസം കാർ ഓടിച്ചപ്പോ മോൻ മെയിൻ ക്യാരക്ടറായി സിനിമയിലെ. മോന്റെ ഫോട്ടോ വരെ എങ്ങനെ വരട്ടെ? അൽബ എന്ന് പറഞ്ഞ ഇതേ പ്രൊമോഷൻ ചെയ്യും. അൽബ ചട്ടികൾ. ഇനി അടുത്ത വളവ് ടേൺ ചെയ്യണം. ഈ വളവാണ്. ഇതല്ല നേരെ ഉള്ള വളവ്. നേരെ ഇനിയും നേരെ പോണം. കണ്ട ഒരു പാനിക് സിറ്റുവേഷൻ തന്നില്ല മോന്. നിനക്ക് സൈഡിൽ നിന്ന് മാപ്പ് പോലും നോക്കാൻ അറിയത്തില്ല. ഞാൻ ഒരു സിറ്റുവേഷൻ മനപ്പൂർവ്വം കിട്ടുന്നതാ മോൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാണാൻ വേണ്ടി. ഇതാണ് ആ കട, സിലിയോൺ ഏജൻസി. വെള്ളത്തിൽ കായലിൽ കടയോ കളി? GTA Vice City അല്ല, മറ്റേ ഇതടിക്കുമ്പോ ടയർ മാറി ഇതാവാൻ. കൊള്ളായിരുന്നു. സമ്മതിച്ചേ? ചീറ്റ് കോഡ് അടിക്കുമ്പോ വണ്ടി വെള്ളത്തിൽ പോകുന്ന സംഭവം. ഇനി വേറ്റിയിട്ട വെള്ളത്തിൽ കിടക്കും. എനിക്ക് ബക്കറ്റ് മേടിച്ചേ തീരുമോനെ. എനിക്ക് ഒന്നാമത് പനി, മൂർച്ഛന്നാവസ്ഥ എന്തോ ഒരു അവസ്ഥയിലാണ്. കൈയൊക്കെ എന്താണ് പിടിക്കുന്നത്? JMP നേരെ പോയിട്ടുണ്ട് കേട്ടാ, കിട്ടുമല്ലേ നോക്കാം നമുക്ക്. JMP വേണ്ടി നിൽക്കുന്നു. ഇതെന്താ പൊക്കത്തോട്ട് കയറുന്നത്? ഇവിടെ പ്ലാസ്റ്റിക് ആണ്. ഓർമ്മല്ലൊരു കാണിച്ചേ. ഇവിടെ കുറെ ഉണ്ടല്ലോ. ഈ വൈറ്റ് ബക്കറ്റ് തന്നെ മേടിക്കും. ക്ലിയർ ബക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കോയിൻ നിറയ്ക്കാം. ജെല്ലിയൊക്കെ സംഭവം നിറയ്ക്കാൻ പറ്റുമായിരുന്നു. എന്തോ ആ വലിയ ബോക്സ് മറ്റേ യൂട്യൂബിലൊക്കെ കാണുന്ന ബോക്സാ. ജെല്ലി നിറയ്ക്കാം. ജെല്ലി ഇപ്പൊ തൽക്കാലം അവിടെ വേറൊരു പ്ലാസ്റ്റിക് ബോക്സ് ഉണ്ട്. അതിന്റെ കാര്യം പറയാം. ഒരു വള്ളമൊക്കെ കിടക്കുന്ന എടുത്തോണ്ട് പോവാം. സ്ട്രീം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്.
എനിക്ക് ചെറിയൊരു ഡൗട്ട് എന്ന് പറയുന്നത് വലിയ ക്ലിയർ ആണോ അല്ലെങ്കിൽ കുറച്ച് ക്ലിയർ കുറവാണോ? പേടി എടുക്കുന്നുണ്ട്. അധികം എടുത്താൽ മതി, കാർ ഓടിക്കാൻ പഠിച്ചത്. സൈഡിൽ ഇരിക്കുന്നൊരു മിണ്ടായിരടാ, സൈഡ് സീറ്റ് ഡ്രൈവിംഗ് ചെയ്യാതെ ജ്യൂസ് മേടിക്കും, ഗ്യാസ് ജ്യൂസ് മേടിക്കാം. നിനക്ക് പുറത്തിറങ്ങി ഇങ്ങനത്തെ ഫുഡിന്റെ ചിന്തകൾ മാത്രമേ. മോൻ ബക്കറ്റ് മേടിക്കാൻ കാർ എടുക്കുന്നവരല്ല, അത്രയ്ക്ക് ആയില്ല മോൻ. അപ്പൊ ജ്യൂസ് മേടിച്ചു. ബക്കറ്റ് തലയെടുത്ത് വെക്കോ? ഞാൻ നിന്റെ തലയെടുത്ത് വെക്കോ? ബൈക്കിൽ പോയല്ല, ബൈക്കിൽ പോകുന്നതിന് ഇത്ര എന്റെ തലയെടുത്ത് വെക്കോ? ഞാൻ ബൈക്കിൽ മേടിച്ചിട്ട് നീ കൂടെ പുറകെ നിന്റെ തലയോട് എടുത്ത് വെക്കാം ബക്കറ്റ്. ബക്കറ്റ് അപ്പൊ ഉണ്ടായി ബക്കറ്റ് മേടിക്കാൻ വേണ്ടി കാറി വരുന്നത് അത്രയ്ക്കായി. മോനെ ഞാൻ കുറെ ഇതാക്കി തരാം, റെസ്റ്റിന്റെ പാക്കറ്റ്. എന്നിട്ട് ബക്കറ്റ് കലക്കി ബക്കറ്റ് വീഡിയോക്ക് ഞാൻ കലക്കി കുടിച്ചോളാം. റെസ്റ്റിന് എന്തുവാടേ പൊട്ടന, ഞാൻ പൊട്ടന. നീ അല്ല നഴ്സറി പോയി പിള്ളേരുടെ കളി, നിന്റെ തരത്തിൽ കളി. നീ തരത്തിൽ പോയി കളി. നഴ്സറി പോയി പിള്ളേരുടെ കളി, അതാ നിന്റെ തരം. ഇവിടെ മറ്റേ ഒരു പ്രേതാത്മാവുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. കാറിൽ പോകുന്നവര് പുറകെ തോണ്ടുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കതിൽ വിശ്വാസമില്ല. പ്രേതാത്മല്ലേ ഇവിടെ നോക്കാറുണ്ടല്ലോ ബക്കറ്റ്. ഈ സ്ഥലം നല്ലത് നോക്കട്ടെ, ഇവിടെ ക്ലിയർ ഉണ്ടാകുന്ന ബക്കറ്റ് കാണാൻ പറ്റുന്ന അവിടെ ഇരുന്നുണ്ട്. ഉണ്ട് ബക്കറ്റ്, പക്ഷെ അകത്തായിരിക്കും. 148 രൂപയ്ക്ക് ആ ബക്കറ്റ് ലാഭമൊക്കെ തന്നെ. 148 രൂപയുള്ളായിരുന്നു ആ ബക്കറ്റിന്. അപ്പൊ അത് ഹോൾസെയിൽ കടയിലാണ് കൊണ്ടുപോയത്. ആരാ കൊണ്ടുപോയത്? ചേട്ടൻ കൊണ്ടുപോയി. ലാഭിച്ച പൈസക്ക് എനിക്ക് ജ്യൂസ് മേടിച്ചാ. ലെൻസ് കാട്ടി ഓഫർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. 2 ലെൻസ് മേടിച്ചല്ലോ. KSRTC എങ്ങോട്ട് കയറി പോകുന്നത്? മാമന്റെ റോഡേത്? മാമന്റെ റോഡല്ല, ഡബിൾ ലൈനൊക്കെ ആക്കില്ല, ഒറ്റയടിക്ക് റോഡൊക്കെ. ഇത് വേറെ ബസ് എവിടെ? ഇതെന്തോ നടക്കുന്നത് കൊച്ചു കേരളത്തില്? മോൻ എന്തോ ഇത്ര അഹങ്കാരത്തിൽ കയറി പോകുന്നത്? അത് KSRTC എന്ന് വിചാരിക്കാം. മോൻ ആരായി ജംഗ്ഷനിൽ കൊണ്ടിട്ട് ചത്ത് തീർന്നു. കാർ സൈഡിൽ ഒതുക്കുക പറഞ്ഞിട്ട് JMB ചിക്കൻ അങ്ങാണ്ട് ഫ്രൈഡ് ചിക്കൻ മേടിക്കാൻ പോയിരിക്കുന്നു. കണ്ണി കണ്ട അല്ലറ ചില്ലറ കഴിച്ച് ഒരു എക്സസൈസ് ഒരു കോപ്പും ഇല്ല, കിടപ്പിലാവുന്നു. ഞാൻ അല്ലറ ചില്ലറ ഞാൻ കഴിക്കും, പക്ഷെ ഞാൻ ഡയറ്റിലല്ല ഇപ്പം. എന്ന് വെച്ചാൽ അത് ചാലഞ്ച് ഒക്കെ ഫുഡ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ ഇനി കുറെ എക്സ്ക്യൂസ് ആണ്. എന്തുവാടാ ഇവൻ ഇത്രയും സമയം എടുക്കുന്നത്? എനിക്ക് പോകണം. എന്തോ ടൈം വേസ്റ്റ്. ഇതിനെന്താണ് ഇത്രയും സമയം എടുക്കുന്നത്? എനിക്ക് പോകണം. എന്തുവാ ഇത്? അകത്തിരുന്ന് കഴിക്കാൻ തുടങ്ങിയാ? എനിക്ക് പനി കാരണം എനിക്ക് എന്തോണോ ഒന്നും വിശപ്പൊന്നും ഇല്ല. എനിക്ക് ഇതിനകത്തിരുന്ന് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു. ചിക്കൻ ഏതാണ്ട് ഫാമിൽ നിന്ന്, പോൾട്രി ഫാമിൽ നിന്ന് എടുത്തോണ്ട് വരുവാണ്. എന്താണ് ഇത്? പർച്ചേസ് ആയ ഇതൊക്കെ നടുക്കോണ്ടിരുന്ന എന്തിനാണ്? വീട്ടിൽ പോയി പൊട്ടിക്കുന്നതിന് ഇവിടുന്ന് പൊട്ടിക്കുന്ന എന്താണ്? ചിക്കൻ ഇങ്ങനത്തെ കളറ്, പച്ച കളറ്. എന്നാലും വീട്ടിൽ പോ. കൊള്ളാന്ന് ചോദിച്ചാൽ കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നോക്കിയാണ് തീറ്റിയുടെ വിചാരമേ ഉള്ളൂ. ബോഡിയൊക്കെ സെറ്റല്ലേ, പിന്നെ പേടിക്കണ്ട. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ കഴിച്ച്. ഇവനിവിടെ സൈഡിൽ നിന്ന് തിന്നോണ്ടിരിക്കും. ഒന്നും തിന്നാ എന്തോ ഇത് സൈഡിൽ നിന്ന് തിന്നോണ്ടിരിക്കുന്നത്? തിന്നോണ്ടിരിക്കുക. സൈഡിൽ ഇരുന്ന് ഗംഗും ഗും 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 ഗും. നമുക്ക് എന്തായാലും വീട്ടിൽ പോകാം കഴിച്ച്. വെറുതെ അല്ല ഞാൻ പറയുന്നത്, വല്ല ഇരിക്കായിരുന്നു ഇങ്ങനെ കയറി കഴിക്കരുത്. ഗേറ്റ് തുറ. മേത്തൊക്കെ വണ്ടിയിലാക്കരുത്, മേത്തൊക്കെ വീണ്ടിരിക്കുന്നത്. അത് വണ്ടിക്കകത്ത് വീടരുതെന്ന്. ഇല്ല, വീഴത്തില്ല. വീട്ടിലെത്തിയിട്ടുണ്ട്. എടുത്തോണ്ട് നോക്കി. എനിക്കൊന്നും വേണ്ട. വേണ്ട, എനിക്ക് വേണ്ട. നീ അല്ലേ മേടിച്ചെടുത്ത് കഴിച്ചോ, അല്ലെങ്കിൽ ഇവന്മാര് കഴിച്ച് തീർക്കും പറഞ്ഞേക്കാം. നമുക്കിപ്പോ ബീച്ചിലോട്ട് പോകണം. ബീച്ചിലൊരു മേള നടക്കുന്നുണ്ട്. ബീച്ച് ഫെസ്റ്റ് എന്തോ ആണ്. അച്ഛൻ കിടന്നുറങ്ങുക, അച്ഛൻ വരത്തില്ല. JMB വരത്തില്ല, അവൻ സ്ട്രീം ചെയ്യുവാണെന്ന് പറഞ്ഞു. അമ്മയായിട്ട് നമുക്ക് പോവാം. ഞാൻ ഇത്രയും നേരവും ഞാൻ വന്ന് വീട്ടിൽ എത്തി റെസ്റ്റ് ചെയ്യുമായിരുന്നു മോനെ. എനിക്ക് കുളിരുന്ന് എനിക്ക് എന്തോ ഒറ്റടിക്ക് നിങ്ങളുടെ പയ്യൻ തളർന്നു പോയി എന്നൊക്കെ ഒരു ഫീൽ. നമുക്ക് സ്കൂട്ടി പോവാം. കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ സ്ഥലമേ ഇല്ല. അതിന്റെ തലവേദന എടുക്കാൻ എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് സ്കൂട്ടി പോയിട്ട് അവിടെ എവിടെയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ എന്തായാലും നമ്മൾ ബീച്ചിൽ പോയിട്ട് വരുന്ന സമയത്ത് അച്ഛൻ മഴക്ക് പറയായിരുന്നാൽ മതി. അച്ഛനെനിക്ക് ചോദിച്ചെന്തായാലും നമ്മൾ പോയി വരുമ്പോൾ അച്ഛന്റെ മനസ്സ് മാറുമോ അറിയില്ല. റെഡിയാണോ അമ്മേ പോവാൻ? അയ്യോ റെഡിയാണെന്ന്. 6 മണിക്ക് ഇവിടെ റെഡിയായി. എനിക്ക് മെയിൻ ചാനൽ വീഡിയോയുടെ എഡിറ്ററുമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. കാലെ നീര് വെച്ച് മനസ്സിലായി. അവിടെ കാല് നോക്കിയിട്ടുണ്ട്. എന്റെ മെയിൻ ചാനൽ വീഡിയോയായിട്ട് സംസാരിക്കണുണ്ട്, അതാണ് സമസ്യ. അയ്യോ അതാണ് ഞാനിവിടെ സൈലന്റ് ആയിട്ടിരുന്നത്. നിങ്ങളുടെ വീഡിയോ വന്നെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ആ ടെൻഷനും ഒന്നും ഇല്ല. ടെൻഷൻ അടിക്കാറില്ല. ദൈവമേ, വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിരി മുഖത്ത് ഞാൻ കണ്ടത്. വീഡിയോ വന്നു കഴിഞ്ഞാൽ വീഡിയോ വന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് തന്ന് റഫ് കട്ട് നമുക്ക് നോക്കാം. എന്നാലും വലിയ കുഴപ്പമില്ല. ഏകദേശം അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് ചിരി വന്നത്. മുഖത്ത് ചിരി എപ്പോഴും ഉണ്ട് എന്റെ മുഖത്ത്. ഇല്ല, മുഖത്ത് ചിരി വന്നില്ല. നിങ്ങൾ ഫോൺ ഓണാക്കി ക്യാമറ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ചിരി വരുന്നത്. ശരി. അങ്ങനൊന്നുമല്ല. എന്റെ മുഖത്ത് എപ്പോഴും ചിരി. അസൂയക്കാർ പലതും പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. വാ പോവാ. നമ്മൾ മേളയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. മേളയെന്ന് വെച്ചാൽ ഫെസ്റ്റ് കാണാം. അതെ, അതിന്റെ പുറകിലായിട്ടുണ്ട് അവിടെ. അമ്മേ റൈഡ് വല്ലതും കയറും അവിടെ? അന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല. അമ്മ കയറും, ഞാൻ നോക്കി നിൽക്കാം. അമ്മ കയറും. അമ്മ കയറാൻ പറ്റുമോ നോക്കട്ടെ. എന്റെ അടുത്ത് നോക്കട്ടെ.
വലിയ തിരക്കില്ല, കുറവ് ആൾക്കാരാ. ന്യൂ ഇയറിന്റെ സമയത്ത് ഇനി ആൾക്കാർ വരും. ഇതന്നെ ഇതൊന്നും അറിയത്തില്ല, അതെല്ലാം തിമിംഗലത്തിനെ മൂടിയിട്ടിരിക്കുന്നു. അമ്മ അവിടെ കയറമ്മേ, കയറ്. എന്താ എനിക്ക് വയ്യാത്ത? അമ്മക്ക് ആട്ടത്തേ ഉള്ളു, കറക്കത്തൊന്നും ഇല്ല. അമ്മക്ക് പേടി അതാ. അമ്മ കയറി ഞാൻ കയറാം. ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഇപ്പൊ കയറാൻ വേണമെങ്കിൽ. എല്ലാരും കുറെ പേരുണ്ടല്ലോ ഇവിടെ. ഹായ് പറ. ഹായ് 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 ഹായ്. ആ കറങ്ങാൻ സ്ഥലത്തെ പോണാ? അപ്പൊ ഇതേ പോവാന്ന പിന്നെ. ഇരുന്ന് നോക്കാം, അതിന് ടിക്കറ്റ് എടുക്കണം. ഹായ് 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 പറയൂ. ഹായ്. ഇനി ആൾക്കാരുണ്ട് എല്ലാരും, ചിലവര് നോക്കുന്ന പോലും ഇല്ല. എല്ലാം ഇങ്ങനെ വന്ന് കണ്ടോണ്ടിരുന്നാ മതി, വേറെ ഒന്നും ഇല്ല. ആളുമില്ല. ഒടുക്കത്തെ ലേറ്റ് ആയതുകൊണ്ട് എല്ലാ ആഹാരം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തൽക്കാലം ഞാൻ ഒരു മുട്ട ബജ്ജി മേടിക്കുന്നത്, അതിനായിട്ട് എടുത്തുകൊണ്ട് ഒരെണ്ണം ചേട്ടൻ്റെ കൈയുടെ പറയും. അമ്മ ഒറ്റയ്ക്കിരുന്ന് പോളിംഗ് ആണുള്ളത്. എന്നെ ആൾക്കാർ സൈഡിലോട്ട് ഹായ് പറയാൻ വിളിച്ചപ്പം അമ്മ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. മുട്ട ബജ്ജി കഴിക്കുകയാണ്. മുട്ട ബജ്ജി കൊള്ളാമെന്ന് ഞാൻ പറയാം. എൻ്റെ പനിയുള്ളതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് വരുന്നില്ല. ചൂടാവശ്യം. ആരിവൻ കല്ലും ചുമട്ട് പോകുന്നില്ല. കൂട്ടുകാരെവിടെയാണോ? ഫാമിലിയോ? ബാക്കി ആൾക്കാർ എവിടെ? ഓ അതെ, അവിടെ ഇരിക്കും. ബാക്കി ഫാമിലി ആവായിട്ട് ആരെ കാണാൻ വന്നിരിക്കുന്നു. നോക്കി. ഹായ് 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 ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു മേള? എന്താ വലിയ രസമില്ലാത്ത? എല്ലാം അടച്ചിട്ട് വന്ന് എന്ത് രസിക്കാൻ? ഒന്നുമില്ല. രാത്രി വന്നു കഴിഞ്ഞാൽ കടക്കാതെ എന്ത് കാണും? അയ്യോ, എനിക്ക് സെൽഫി എടുക്കുന്ന അസൂയ ആൾക്കാർക്ക്. ഞാനല്ല എടുക്കുന്നത്, അവരല്ല എടുക്കുന്നത്. അപ്പം വല്ല ഫുഡ് കഴിച്ചിട്ട് പോണോ അല്ലെങ്കിൽ? എനിക്ക് വിശപ്പുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കടയൊന്നും ഇല്ലല്ലോ ഈ സമയത്ത്. ഉള്ള ബജ്ജിയാണെങ്കിൽ ഞാൻ ഈ ഫാൻസ് വന്നപ്പോൾ അവർക്ക് എടുത്ത് കൊടുത്ത് അമ്മയ്ക്ക് ഇട്ട് ഒരേ ഒരു കഷ്ണം. മുട്ട ബജ്ജിയിലും ഫാൻസിലും വെക്കണം. ശരിയല്ലേ? ഞാൻ വീട്ടിലെത്തി ബോയ്സ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ കേട്ടാ. ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങട്ടെ. എന്റെ ക്ഷീണം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം.